മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, BJPക്ക് വലിയ വിജയം നേടി. അപ്പോൾ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട സമയവും കഴിഞ്ഞു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. പ്രശ്നമാണ്. ഈ പ്രശ്നമാണെന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു ശനികോപത്തിൻ്റെ കഥ പ്രചരിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ശനിദേവൻ്റെ കോപം അത് നമുക്ക് പിന്നെ പറയാം. നമുക്കിപ്പോൾ രാഷ്ട്രീയ കാരണങ്ങൾ ആദ്യം പറയാം. വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം, അന്ധവിശ്വാസം അവസാനം പറയാം. അവസാനം ഇടയ്ക്ക് പറയാം. അപ്പോൾ ഒന്ന്, അമിത്ഷായുമായിട്ട് ഫട്നാവിസ് കണ്ടു, ഷിൻഡെയും കണ്ടു. ഷിൻഡെ കണ്ടപ്പോൾ ആ അമിത്ഷായുടെ 3 കാര്യങ്ങൾ, 3 ഡിമാൻഡ്സ് വെച്ചു എന്നാണ് പറയുന്നത്. ആദ്യമൊരു ഡിമാൻഡ് വെച്ചിരുന്നു, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം സ്വീകരിക്കാം, പക്ഷേ എൻ്റെ മകൻ ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്നൊരു നിർദ്ദേശം ആദ്യം വന്നിരുന്നു. പക്ഷേ അങ്ങനെ ഷിൻഡെ പറഞ്ഞിട്ടില്ലെന്നും ഒക്കെ പിന്നീട് വിടുന്നു. കാരണം അത് പാർട്ടിക്കകത്ത് പ്രശ്നം ഉണ്ടാവും. ഏറ്റവും ജൂനിയറായി ഇപ്പോൾ കല്യാണിലെ മറ്റോ MP ആണ് ശ്രീകാന്ത് ഷിൻഡെ. കല്യാണോ താനെയോ, കല്യാണമാണെന്ന് തോന്നുന്നു, MP ആണ്. ഇപ്പോൾ അമിത്ഷായുടെ മുന്നിൽ 3 കാര്യങ്ങൾ അദ്ദേഹം ചർച്ചയ്ക്ക് വെച്ചു എന്നാണ് പറയുന്നത്. ഒന്ന്, ഞാൻ തന്നെ മുഖ്യമന്ത്രിയാകുക. അദ്ദേഹം പറയുന്നത് എൻ്റെ നേതൃത്വത്തിലാണ്, ഞാനാണ് തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. ശരിയാണ്, മുഖ്യമന്ത്രി എന്നതിൽ ഷിൻഡെയാണ് നയിച്ചത്. 2, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ സഹായിച്ചത് ലഡ്കി ബാഹിൻ സ്കീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ത്രീകൾക്ക് 1500 രൂപ മാസം കൊടുക്കുന്നൊരു പദ്ധതിയുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറേ മാസത്തെ തുക ഒരുമിച്ച് കൊടുത്തു. അപ്പോൾ അധികാരത്തിൽ വന്നാൽ ഈ 1500 എന്നുള്ള 2500 മറ്റോ ആക്കി കൂട്ടുമെന്നുള്ള ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ തോതിൽ ആളുകളെ ആകർഷിച്ചു എന്നുള്ള ഒരു വാഗ്ദാനം. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ പദ്ധതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല മന്ത്രിസഭ കൂട്ടായി തീരുമാനിച്ചതാണ്, പക്ഷേ മുഖ്യമന്ത്രിയാണ് അനൗൺസ് ചെയ്തത്. അപ്പോൾ അതാണ് തെരഞ്ഞെടുപ്പിന് കാര്യമായി സഹായിച്ചൊരു കാര്യം. 2, മറാത്ത റിസർവേഷൻ. മറാത്ത സംവരണ കേസിൽ അനുകൂലമായ നിലപാട് സർക്കാർ എടുത്തു. മറാത്തയാണ് ആര്? ഷിൻഡെയും. അപ്പോൾ മറാത്ത വരിക എന്നുള്ളത് അവിടുത്തെ മറാത്ത വികാരം മഹാരാഷ്ട്രയുടെ പൊതുവികാരമാണ്. ബാൽ താക്കറയുടെ കാലം മുതലുള്ളതാണ്, കാലങ്ങളായിട്ടുള്ളതാണ്. ഫട്നാവിസ് ബ്രാഹ്മിനാണ്. അപ്പോൾ ഈ ബ്രാഹ്മിനായ ഒരാൾക്ക് വേണ്ടി ഷിൻഡെയെ മാറ്റിയാൽ രാഷ്ട്രീയമായ ഒരു തിരിച്ചടി ഉണ്ടാവും, ജാതീയമായ ഒരു തിരിച്ചടി ഉണ്ടാവാം. ഉദ്ധവ് താക്കറയ്ക്ക് വീണ്ടും ശബ്ദം ഉണ്ടാവും. കണ്ടില്ലേ, മറാത്തയുടെ വോട്ട് വാങ്ങി മറാത്ത നായകനെ മുന്നിൽ നിർത്തിയിട്ട് അവസാനം ബ്രാഹ്മണന് കൊടുത്തു എന്നുള്ള വാദവുമായി ഇപ്പോൾ തലയ്ക്കടിയേറ്റ് കിടക്കുന്ന ഉദ്ധവ് താക്കറെ തിരിച്ചു വരാൻ ഒരു സാധ്യതയുണ്ട്. ആളുകൾക്ക് പറ്റിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. അതൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഫാക്ടർ തന്നെയാണ്, വസ്തുതയാണ്. ഫട്നാവിസ് വന്ന ബ്രാഹ്മിൻസ് മഹാരാഷ്ട്ര ഇക്വേഷൻ. അപ്പോൾ അതിനെ മറികടക്കാനുള്ള സ്ട്രാറ്റജി BJPയുടെ കയ്യിൽ ഉണ്ടായിരിക്കാം. അതവിടെ നിൽക്കട്ടെ. 2, അദ്ദേഹം പറയുന്നത് ഒരു കാര്യം ചെയ്യും, ശിവസേന ആവാം. ശിവസേനയാവുമ്പോൾ ഒരു കാര്യം ചെയ്യും, ശിവസേനയ്ക്ക് പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. ഏതൊക്കെ? ധനകാര്യം വേണം, ആഭ്യന്തരം വേണം, റവന്യൂ വേണം, മെയിൻ വകുപ്പുകളായാലും. അപ്പോൾ അതിനകത്തെ പ്രശ്നം വെച്ചാൽ ധനകാര്യം ഇപ്പോൾ നോക്കിയിരിക്കുന്ന അജിത് പവാറിനാണ് നിലവിലെ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ്. ആഭ്യന്തരം ഫട്നാവിസിൻ്റെ കയ്യിലാണ്. റവന്യൂ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട. ഈ 3 വകുപ്പുകൾ കൊടുത്തിട്ട് പിന്നെ മുഖ്യമന്ത്രി ഇരുന്നിട്ട് എന്താ കാര്യം? മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവലാകും, കാര്യമായ വകുപ്പൊന്നും ഇല്ലാതെ. അപ്പോൾ ഫട്നാവിസ് മുഖ്യമന്ത്രി ആയാൽ ഈ 3 വകുപ്പുകളിലും സേനയ്ക്ക് കൊടുത്താൽ ഫട്നാവിസ് ഒരു പാവ മുഖ്യമന്ത്രിയായിട്ടിരിക്കും, ഇരിക്കേണ്ടി വരും. അപ്പോൾ അത് രാഷ്ട്രീയമായി BJP അംഗീകരിക്കാൻ പോകുന്നില്ല. 3ാമത്തതാണ്, അതിനകത്ത് വേറെ പൊളിറ്റിക്സും കൂടെയുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ഉടനെ അജിത് പവാറിൻ്റെ NCP എന്ന് പറയേണ്ട NCP, ഇപ്പോൾ അജിത് പവാറിൻ്റെ NCP നേരെ നിരുപാധിക പിന്തുണ ആർക്ക് കൊടുത്തു? BJP കൊടുത്തു. ഫട്നാവിസ് വന്നോട്ടെ, BJP തീരുമാനിച്ചോട്ടെ, ഞങ്ങളില്ല എന്ന് പറഞ്ഞു. അത് ശിവസേനയ്ക്കിട്ടുള്ളൊരു അടിയായിരുന്നു. അതുകൊണ്ട് ശിവസേന ഇപ്പോൾ ആവശ്യപ്പെടുന്നു, ഞങ്ങൾ മാറാം, പക്ഷേ അജിത് പവാറിന് കൊടുത്തിരുന്ന ഫിനാൻസ് ഞങ്ങൾക്ക് വേണം. അപ്പോൾ അവിടെ അജിത് പവാറിന് റെഡിയാണ്, തിരിച്ചടിയാണ്. അപ്പോൾ അത് ആ ഇക്വേഷനും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഒന്ന്, അജിത് പവാർ സമ്മതിക്കത്തില്ല, BJP ഒട്ടും സമ്മതിക്കത്തില്ല. ഈ 3 വകുപ്പുകളിലെ പിന്നെ ഭരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് 2ാമത്തതാണ്. 3ാമത്തതാണ് ഏറ്റവും അപകടകരമായൊരു സൊല്യൂഷൻ. അതായത് അപകടകരമായ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പുറത്തു നിന്ന് പിന്തുണച്ചോളാം, ഞങ്ങൾക്ക് വേണ്ട. അതൊരു വലിയ അപകടമാണ്. അപകടം എന്ന് പറഞ്ഞാൽ പിന്നീട് പലതരത്തിലുള്ള അതൃപ്തി ഉണ്ടാവാം. ഒരുപക്ഷെ പഴയ ഷിൻഡയ്ക്ക് ഭരണത്തിൽ പങ്കാളിത്തമില്ലാതെ പുറത്തു നിന്നുള്ള സപ്പോർട്ട് എത്ര കാലം ചെയ്യും? ഒരു ബെനിഫിഷ്യറി, പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സ് ഇല്ലാതെ ഷിൻഡയുടെ ശിവസേന എന്ന് പറയേണ്ട, നേരത്തെ പറഞ്ഞ പോലെ ശിവസേന എത്ര കാലം നിൽക്കേണ്ടി വരും? അത് ഒരു ഈർഷ്യ അതിനകത്ത് ബാക്കിയുണ്ട്. കാലം പോകെ ഈ ബന്ധം വഷളാകാം. പക്ഷേ അതിലേറ്റവും അപകടകരമായൊരു കാര്യം പറയുന്നത്, ഞങ്ങൾ സംസ്ഥാനത്തല്ല, കേന്ദ്രത്തിലും ഞങ്ങൾക്ക് ഭരണ പങ്കാളിത്തം വേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ ശിവസേനയുടെ ഒരു പ്രതിനിധിയുണ്ട്, അയാളെ പിൻവലിക്കും. സംഭവം മനസ്സിലായോ? സംഗതി പോകുന്നത് അങ്ങോട്ടാണ്. അങ്ങനെ പിൻവലിച്ചാൽ കേന്ദ്രത്തിലും ശിവസേനയുടെ പിന്തുണ ബാഹ്യമായ പിന്തുണ മാത്രമാണ്.
ഇപ്പോൾ തന്നെ BJPക്ക് ഭൂരിപക്ഷം ഇല്ല, ഒറ്റയ്ക്കില്ല. അപ്പോൾ TDPയുടെ 16 JDUവിൻ്റെ 12 സീറ്റുകളും കൂടെ കൂട്ടിച്ചേർത്താണ് ഭൂരിപക്ഷം. ശിവസേന കൂടി മന്ത്രിസഭയിൽ പങ്കാളിത്തമില്ലാതെ പുറത്തേക്ക് പോകുന്ന അവസ്ഥ വന്നാൽ സർക്കാരിൻ്റെ നിലനിൽപ്പ് പ്രതിസന്ധി. നാളെ ശിവസേന മാറിക്കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് പോവാം. ഇപ്പോൾ പ്രതാപ് റോ ജാദയ് എന്ന് പറയുന്ന ഒരാളാണ് ശിവസേനയുടെ കേന്ദ്രമന്ത്രി. അദ്ദേഹത്തെ പിൻവലിക്കാം എന്ന് പറയുന്നത് വലിയ അപകടകരമായൊരു നീക്കമാണ്. ഇത്തരം 3 നിർദ്ദേശങ്ങളാണ് ഷിൻഡെ അമിത്ഷായുടെ മുന്നിൽ വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് 3ഉം BJPയെ പ്രതിസന്ധിയിലാക്കുന്ന നിർദ്ദേശങ്ങളാണ്. ഇത് വെച്ചിട്ട് സത്താര ജില്ലയിലെ ദേര ഗ്രാമത്തിലേക്ക്, സ്വന്തം ജന്മനാട്ടിലേക്ക് ഗ്രാമത്തിലേക്ക് പോയി ആര്? ഷിൻഡെ അറിയാമല്ലോ. ഷിൻഡെ ഒരു ഓട്ടോറിക്ഷ കാരനായിട്ട് രാഷ്ട്രീയ പൊതുജീവിതം ആരംഭിച്ച് വന്ന ഒരു നാട്ടിൻപുറത്തുകാരനാണ്. അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് ഒരു വൈകാരികമായ അടയാളം. ഞാൻ ഇനി മഹാരാഷ്ട്ര ബോംബെയിലില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനകത്തൊരു നിശബ്ദ പ്രതിഷേധമുണ്ട്. അതെ. പക്ഷേ ശിവസേനയുടെ ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് പനി പിടിച്ചു, അതുകൊണ്ട് വിശ്രമത്തിന് പോവാണ്. പനി പിടിച്ചെങ്കിൽ കെയർടേക്കർ മുഖ്യമന്ത്രിയല്ലേ, ഔദ്യോഗിക വസതിയിലിരിക്കാമല്ലോ, ഗ്രാമത്തിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മൊത്തത്തിലൊരു കുഴപ്പമുണ്ട്. അത്ര എളുപ്പമല്ല. BJPക്ക് 80% സീറ്റുകൾ കിട്ടിയിട്ടും BJPക്ക് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുന്നില്ല. റിസൾട്ട് വന്നിട്ട് എത്ര ദിവസമായി? ഒരാഴ്ച കഴിയുന്നു അല്ലേ? അതെ. അപ്പോൾ ഒരു വല്ലാത്തൊരു അൺസർട്ടനിറ്റി അവിടെയുണ്ട്. അപ്പോൾ എങ്ങനെ ഈ കുരുക്കഴിച്ചെടുക്കും എന്നുള്ള ഒരു ആശങ്ക കുഴപ്പമൊക്കെ ഉണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ ചാണക്യൻ എന്ന് പറയുന്ന അമിത്ഷായുടെ മുന്നിലേക്കാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഫട്നാവിസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സ്ഥാനത്യാഗത്തിനും അദ്ദേഹം തയ്യാറാണ്. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ നേരത്തെ വന്ന് ഉപമുഖ്യമന്ത്രിയായിട്ട് ഷിൻഡെയുടെ കീഴിലിരുന്നിട്ടുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ മാന്യതയുടെ ഏറ്റവും വലിയ ആൾ രൂപമായിട്ടുള്ള ആളാണ് ദേവേന്ദ്ര ഫട്നാവിസ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാൽ പോലും മുഖ്യമന്ത്രി പദം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നത് ഇത് 3ാമത്തെ തവണയാണ്. മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലേ? ഒന്ന് മുഖ്യമന്ത്രി ആയിരിക്കെ പോയി, രണ്ടാമത് ഭൂരിപക്ഷം കിട്ടിയിട്ട് ഭൂരിപക്ഷം കിട്ടിയിട്ട് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റിയില്ല. മൂന്നാമത് മുഖ്യമന്ത്രി മിന്നുന്ന വിജയം 80% സീറ്റുകൾ നേടി മഹാരാഷ്ട്ര സഭയിലെ ഏറ്റവും വലിയ വിജയം നേടി നിൽക്കുകയാണ്. എന്നിട്ട് മുഖ്യമന്ത്രിയാകാൻ കഴിയുന്നില്ല. ഒരു അനിശ്ചിതത്വം. ഇത്ര വലിയ മാർജിനിൽ ജയിച്ചിട്ടും സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ഇവിടെയാണ് ശനിദേവൻ്റെ കളി പറയുന്നത്. അതായത് 2014 നവംബറിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നു. ശിവസേന BJP സർക്കാർ, ഉദ്ധവ് താക്കറയുടെ സർക്കാരുടെ അധികാരത്തിൽ വന്നു. അന്ന് 122 സീറ്റ് ഉണ്ടായിരുന്നു. ഫട്നാവിസ് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ നടന്നൊരു സംഭവം നമ്മൾ മലയാളികൾ ഓർക്കുന്നുണ്ട്. തൃപ്തി ദേശായി ഓർക്കുന്നുണ്ടോ? തൃപ്തി ദേശായി അവിടെ ഷെഡ്നാപൂരിലെ ശനീശ്വര ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കണം. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അവിടെ പോയി അർച്ചന നടത്താൻ സ്ത്രീകൾക്ക് അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം നയിച്ചു. അത് ലിംഗനീതി വേണം ഞങ്ങൾക്കും എന്നാവശ്യപ്പെട്ടാണ് അവിടെ സമരം നടത്തിയത്. അപ്പോൾ മുഖ്യമന്ത്രി ഫട്നാവിസ് 2016 ഏപ്രിൽ 2 ആചാരലംഘനം നടത്താൻ തൃപ്തി ദേശായിക്ക് അനുമതി കൊടുത്തു. കയറിക്കൊന്ന് പറയുന്നുണ്ട്. നേരിട്ട് പോയില്ല, ഒരു ഓവ് പോലെ വെച്ചിട്ടൊക്കെയാണ് ധാര നടത്തിയതെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും അവരുടെ ലിംഗനീതിക്ക് വേണ്ടിയുള്ള സമരത്തിന് അനുമതി കൊടുത്തത് ഫട്നാവിസാണ്. അത് ശനീശ്വര കോപത്തിന് കാരണമായി എന്ന് മഹാരാഷ്ട്രയിൽ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറയുന്നത് ചില കണക്കുകളൊക്കെ വെച്ചിട്ടാണ്. അതിനുശേഷം എന്തു പറ്റി? സർക്കാർ വീണു. വളരെ പെട്ടെന്ന് സർക്കാർ വീണു. 2019 ഫട്നാവിസ് മുഖ്യമന്ത്രിയായില്ല. പിന്നീട് മഹാരാഷ്ട്രയിൽ ഭയങ്കരമായിട്ട് കോവിഡ് പടർന്നു പിടിച്ചു. ആയിരക്കണക്കിന് ആളുകൾ രോഗബാധിതരായി, 100 കണക്കിന് ആളുകൾ മരിച്ചു. ശരിയല്ലേ? ഇതൊക്കെ ശനികോപം കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഇനി തൃപ്തി ദേശായിയെ നമ്മൾ കേൾക്കുന്നില്ലല്ലോ. 2021 ശേഷം ആളുകൾ പറയുന്നത് അവർക്ക് ഗുരുതരമായ മാനസിക രോഗം ബാധിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നു. തൃപ്തി ദേശായി, ഇതേ തൃപ്തി ദേശായിയാണ് ശനീശ്വര ക്ഷേത്രത്തിൽ ഞങ്ങൾ കയറി അവിടെ ആകാമെങ്കിൽ ഇവിടെ ആയാലെന്താ, അവിടെ ഭരിച്ചത് BJP മുഖ്യമന്ത്രിയല്ലേ, BJPയുടെ മുഖ്യമന്ത്രിയാണല്ലോ ഞങ്ങളെ കയറ്റാൻ സമ്മതിച്ചത്, പിന്നെ കേരളത്തിലെ BJPക്കാർ എന്തിനാണ് എതിർക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇവിടെ സമരത്തിന് വന്നു. അതെ. അപ്പോൾ അതിൻ്റെയും മൂലകാരണം വേണമെങ്കിൽ ഈ ശനികോപോ അല്ലെങ്കിൽ ഫട്നാവിസ് അവിടെ കൊടുത്ത ഒരു നടപടിയാണെന്ന് വേണമെങ്കിൽ പറയാമെന്ന് അന്ധവിശ്വാസികൾ പറയുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ശനിദേവനെ പിണക്കിയാൽ ഭയങ്കര ശനി ബാധിച്ചാൽ വലിയ പ്രശ്നമാണല്ലോ. അങ്ങനെ ഒരു ശനിബാധ മഹാരാഷ്ട്രയിൽ കിടന്ന് കറങ്ങുന്നുണ്ടെന്നൊരു കഥയുണ്ട്. അതുകൊണ്ട് ചിലർ പറയുന്നു ഇനിയിപ്പോൾ 80% സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ
അപ്പോൾ ഈ ശനികോപം കിടക്കുന്നതുകൊണ്ട് ഫട്നാവിസിന് ഇക്കുറി മുഖ്യമന്ത്രിയാകാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ശനിദേവൻ്റെ പ്രീതി പിടിച്ചു പറ്റാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഇക്കുറിയും ഫട്നാവിസ് മുഖ്യമന്ത്രി ആവില്ല എന്ന് പറയുന്നുണ്ട്. ഇനി നോക്കൂ, നമുക്ക് കേരളത്തിലേക്ക് നോക്കാം. ശബരിമലയിൽ തൃപ്തി ദേശായി വന്നു, കയറാൻ പറ്റിയില്ല. പക്ഷേ അവരുടെ ഈ പ്രക്ഷോഭത്തിൻ്റെ മറപടിച്ച് രണ്ടെണ്ണത്തെ ചാക്കി കയറ്റി കയറിയല്ലോ. അതിനുശേഷം എന്താ കേരളത്തിലെ അവസ്ഥ? എന്താ കേരളത്തിൽ വലിയ പ്രളയം വന്നു അല്ലേ? അതെ. പിന്നെന്താ കോവിഡ് അതിഭീകരമായി ബാധിച്ചു. മുഖ്യമന്ത്രിക്ക് അസുഖം വന്നു, ആരോഗ്യം വല്ലാതെ മോശമായി. അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരൻ ഇപ്പോൾ കറിവേപ്പില പോലെയാണ്. അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചല്ലോ, പുള്ളിയുടെ ജില്ലാ കമ്മിറ്റിയിലെ ക്ഷണിതാവായ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തെ ഏറിയ സമ്മേളനം നടന്നിട്ട് അതിലേക്ക് പുള്ളിയെ ക്ഷണിച്ചു പോലുമില്ല. പൊതുസമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചില്ല. ജില്ലാ കമ്മിറ്റി അംഗമാണ്, പങ്കെടുക്കാൻ അവകാശമുള്ളതാണ്. അപ്പോൾ ശനിദേവനെ തൊട്ടാൽ എവിടേക്കോ പൊള്ളും എന്നുള്ളൊരു വിശ്വാസം പൊതുവെ ഉണ്ട്. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ഇങ്ങനൊരു കഥയോടുന്നത്. അപ്പോൾ ഏതായാലും ശനിദേവൻ്റെ അനുഗ്രഹം ഫട്നാവിസിനുണ്ടാവട്ടെ. മഹാരാഷ്ട്രയിലെ മിന്നുന്ന വിജയത്തെ തുടർന്ന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി കഴിയാൻ ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഇങ്ങനെ അന്ധവിശ്വാസമാണെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസത്തിനൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷാ ഈ കുരുക്കഴിക്കും. മഹാരാഷ്ട്രയിൽ നിങ്ങൾ ചിരിക്കേണ്ട, സർക്കാർ ഇപ്പോൾ വരും, ഒറ്റക്കെട്ടായി അവർ ഭരിക്കും എന്നും പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം നടത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.